സംസ്ഥാനത്ത് ഇരടിയും വിറ്റ് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ് നടക്കുന്നു. 1 ലക്ഷം രൂപ മുടക്കിയ 1 കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം. അങ്ങനെയാണ് ഈ തട്ടിപ്പ് അരങ്ങുന്നത്. പിറവം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് 20 ലക്ഷം രൂപ പോയി കിട്ടി. പ്രതി തൊടുപുഴ സ്വദേശി ജിനു മാത്യുവിനെതിരെ പോലീസ് എടുത്ത കേസിൽ അനാസ്ഥയെന്നാണ് പരാതിക്കാരി 24 പറഞ്ഞത്. പോലീസിന് അനാസ്ഥയുണ്ട്, കാര്യമായി കേസെടുക്കുന്നത്. എത്ര കേസാണ്? സൈബർ തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് കേരളത്തിൽ നടക്കുന്നത്. നമുക്ക് ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം. ജിനു മാത്യു എന്നൊരാളാണ് എന്നിൽ നിന്ന് 20 ലക്ഷം രൂപയോളം തട്ടിയെടുത്തത്. ഇറേഡിയം ബിസിനസ് ഉണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാണ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ലൈസൻസ് ഉണ്ടെന്നും ലൈസൻസിന്റെ കോപ്പിയും ജിയോളജി വകുപ്പിന്റെ കൺസെന്റ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ മൊബൈലിലെ ഫോട്ടോ കാണിച്ചു. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം 42,000 കോടിയുടെ ബിസിനസ്സാണ്. ഇവന് കിട്ടുന്നത് തന്നെ 5,000 കോടി രൂപയാണ്. അതിൽ നിന്നാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബിസിനസ്സിന് കുറച്ചുകൂടെ സമയം എടുക്കും എന്ന് പറഞ്ഞ് നീട്ടി ഒരു 4 വർഷത്തോളം കൊണ്ടുപോയി. ഇരടിയം തട്ടിപ്പ് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് ഈ കേസിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീ പ്രോഗ്രാമിൽ ഈ കുടുംബം വിളിച്ചു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും വിവരമുണ്ട്. വിപിൻ സി വിജയൻ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ വിപിൻ, യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാമെന്ന പരിപാടിയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ് SKN. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് പോലീസിന് കൈമാറുകയും DGPക്ക് നൽകിയ പരാതി വീണ്ടും പറവൂർ പോലീസിലേക്ക് എത്തുകയും ചെയ്തു. ആ രീതിക്കുള്ളൊരു അന്വേഷണം പക്ഷേ നടക്കുന്നില്ല, ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ വീട്ടമ്മ പ്രധാനമായും പറയുന്നത്. ഈ ഇരിഡിയം വിദേശത്തേക്ക് വിറ്റ് വലിയ ഒരു ലാഭം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. 2021 മുതൽ 25 വരെയുള്ള ഒരു കാലയളവിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്. ആദ്യം 1 ലക്ഷം, പിന്നീട് അത് 20 ലക്ഷം രൂപ വരെ ഇവർ കൈമാറി. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു 300 കോടിയോളം ഒക്കെ രൂപയായിരുന്നു. അത് ഈ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇവർ ഗൾഫിലായിരുന്നു, അവിടെ നിന്നും തിരിച്ചു വന്നതാണ് ഈ ദമ്പതികൾ. ഇവരിൽ നിന്ന് ഈ 20 ലക്ഷത്തോളം രൂപ കൈമാറുമ്പോൾ തന്നെ ഈ ഫോൺ വിളിച്ചാൽ എടുക്കും, ഒപ്പം തന്നെ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എല്ലാ ലൈസൻസും ഉണ്ടെന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം ജഡ്ജിമാരും വക്കീലും ഉൾപ്പെടെയുള്ളവർ ഇവരുടെ ടീമിലുണ്ട് എന്നതടക്കം ഈ പ്രതി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്ടോബറിലാണ് ഈ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം ഈ പ്രതിപട്ടികയിലുള്ള ജിനു മാത്യുവിന് നൽകി എന്നുള്ളതും ഈ വീട്ടമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലതാമസം ഈ കേസിൽ പൊതുവെ കാണുന്നു, ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം കാണുന്നു എന്ന് കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് വിളിച്ച് ഇനി ആത്മഹത്യയല്ലാതെ തങ്ങൾക്ക് വേറെ വഴിയില്ല, കാരണം സ്വന്തം വീട് വിറ്റ പണമാണ് ഈ രീതിയിൽ കൊടുത്ത് ഒരു ലാഭം പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വാടക വീട്ടിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലാണ് എന്നുള്ളതൊക്കെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് താഴേക്കടയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് എത്തുമ്പോൾ വീണ്ടും പഴയ ഒരു നിലയിലേക്കാകുന്നു. പ്രധാനപ്പെട്ട ഇപ്പോൾ DGPയോ മുഖ്യമന്ത്രിയോ ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും താഴേക്കടയെത്തുമ്പോൾ അത് വീണ്ടും ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പരാതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകുമെന്നുള്ളത് കൂടി ഈ വീട്ടമ്മ ഇപ്പോൾ വേദനയോട് പറയുകയാണ്. ഇത് ഒരാൾക്ക് മാത്രം ഉണ്ടായതല്ല, ഇവരുടെ അനുഭവത്തിൽ തന്നെ നിരവധി പേർ ഈ ഒരു തട്ടിപ്പിന്, അതായത് ഇങ്ങനെ ഇറിഡിയത്തിൻ്റെ വലിയ ലാഭം തരാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുന്നു. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നിർബന്ധമായും വേണം, കാരണം ഒരു ടീമായി ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവർ ഇപ്പോൾ ബോധ്യപ്പെട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.